ഇന്ന് തിരുവനന്തപുരത്ത് എന്തൊക്കെ സംഭവിക്കുമോ എന്റെ ശിവനെ. ഭരണപരാജയം മറച്ചുവെക്കുവാൻ അവസാന ഘട്ടത്തിലെത്തിയ വലിയൊരു തീവട്ടിക്കൊള്ളയിൽ നിന്ന് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തിരിക്കുവാൻ, അതിലെല്ലാം ഉപരി പിണറായിയുടെ സ്വബോധത്തോടെയുള്ള ഒടുക്കത്തെ യാത്രയുമായ നവചോരള യാത്ര 35 ദിവസം പൂർത്തിയാക്കി. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് സമാപിക്കും. ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക യാത്രയുടെ അതേ മാതൃകയിൽ വളരെ ആഗ്രഹിച്ച് അധികം മേലനങ്ങാതെ ഒരു പരിപാടി പദ്ധതി ഇട്ടതാണ്. പക്ഷേ പാളിപ്പോയി. ജനങ്ങളുടെ അടുത്തെത്തിയാൽ താടിക്ക് തട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കി പരാതികളെല്ലാം ഉദ്യോഗസ്ഥരെ കൊണ്ട് മേടിപ്പിക്കുന്ന രീതിയിലാക്കി. ഉമ്മൻചാണ്ടി സഞ്ചരിച്ചപ്പോൾ ഒരു ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലായിരുന്നു. ആർക്കും ഒരു ശല്യവുമില്ലായിരുന്നു. പ്രശ്നപരിഹാരം അവിടെ നടന്നു. ഇത് പരാതിക്കെട്ടുകൾ ഉദ്യോഗസ്ഥർ പ്രാഗിക്കൊണ്ട് ചുമന്നുകൊണ്ടുപോയി. എന്തിന്? ചിതലിന് തീറ്റിയായി. ശരിക്കും ഈ യാത്ര എല്ലാ അർത്ഥത്തിലും ഈ പാട്ടിനെ അനർത്ഥമാക്കുന്ന വിധത്തിലുള്ള യാത്രയായിരുന്നു. പക്ഷേ കൂടെ ഒരു മാടനല്ല, 20 പേരുണ്ടായിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ മാസം 18-ന് ആരംഭിച്ച യാത്ര നാട്ടുകാരെയും വലച്ച് പോലീസുകാരെയും മെനക്കെടുത്തി മണ്ഡലത്തിലെ സകലമാന ജനങ്ങളെയും വലിപ്പിച്ചാണ് കടന്നുപോയത്. ശതകോടികൾ പൊട്ടിച്ചു നടത്തിയ ഈ യാത്ര കൊണ്ട് ശ്രദ്ധേയമായ ഒരു പ്രശ്നപരിഹാരം പോലും ഉണ്ടായില്ല എന്ന് നാം ഓർക്കണം. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ഇവന്മാരുടെ വിഭവസമൃദ്ധമായ ഭക്ഷണം വെട്ടിവിഴുങ്ങുന്ന, ആളുകളെ തല്ലിക്കൂട്ടുന്ന ചിത്രങ്ങൾ മാത്രം. നവചോരള സദസ്സിന്റെ മറവിൽ അതാത് മണ്ഡലങ്ങളിൽ കോടികളുടെ പിരിവാണ് നടന്നത്. ഇനി ഒരു 10 കൊല്ലം ഭരണമില്ലെങ്കിലും പിടിച്ചു നിൽക്കുവാനുള്ള ആസ്തി ഈ യാത്രയിലൂടെ ഉണ്ടാക്കിക്കഴിഞ്ഞു എന്നാണ് ലഭ്യമായ വിവരം. മുടങ്ങിക്കിടക്കുന്ന ക്വാറികൾ, കാട് പിടിച്ചു കിടക്കുന്ന ഭൂമികൾ ഒക്കെ പലർക്കും പല പദ്ധതികൾക്കും കൊടുക്കുവാൻ തീരുമാനമായി കഴിഞ്ഞു. അതുപോലെ പല പദ്ധതികളും വരുന്ന 2 കൊല്ലം കൊണ്ട് തീർത്തു കൊടുക്കാമെന്ന വാക്ക് കൊടുത്ത് അവരെ മുക്കിയ മന്ത്രിയുടെ അടുത്ത് രാവിലത്തെ ശാപ്പാട് മീറ്റിങ്ങിന് കൊണ്ടുവന്ന് കൈ കൊടുത്താണ് ഡീൽ ഉറപ്പിച്ചത്. ഇവരെല്ലാം പിണറായിക്ക് വേണ്ടി ഇനി ചത്തു നിൽക്കും. എതിർത്താൽ ഈ അഴിമതി പിടിച്ചവരെ പാർട്ടിക്ക് പുറത്താക്കും. നവചോരളം ചുരുക്കി പറഞ്ഞാൽ, ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്, ജയിലിൽ പോകുന്നതിന് മുമ്പ് കേരളത്തെ മൊത്തത്തിൽ തൂക്കി വിൽക്കുക, ആ ഫണ്ട് സുരക്ഷിതമായി പുറത്തേക്ക് കടത്തുക, ഒടുക്കം അവിടേക്ക് കടക്കുക. എല്ലാ പരിപാടികളും ഇവർ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പങ്ക് KJPയിലെ ഉള്ളിസുരയ്ക്കും ഉപമുഖ്യമന്ത്രി സതീശനും നാക്കിൽ തേച്ചു കൊടുത്താൽ അവർ പിന്നെ മിണ്ടില്ല. ഇതിൻ്റെ പങ്ക് മേടിച്ചാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ തമാശ. അല്ലാതെ 10 കൊല്ലമായി ചൊറയും കുത്തിയിരിക്കുന്നവർക്ക് ആര് പണം കൊടുക്കാൻ? സതീശനോട് ഇത് സത്യമാണോ സതീശ എന്ന് ചോദിച്ചാൽ പിന്നെ എൻ്റെ വീട്ടിലെ തേങ്ങയിടുന്ന കാശ് കൊണ്ടുവന്ന് പ്രതിഷേധിക്കണോ എന്ന് ചോദിച്ചു കളയും. അജീർണവും ദഹനക്കുറവും ഉള്ളവന്മാർ അനങ്ങാതിരുന്ന് 2 എണ്ണം അടിക്കാതെ ചുമ്മാ കിട്ടിയ അണ്ടിപ്പരിപ്പും വാരിത്തിന്ന് മട്ടനും ചിക്കനും വെട്ടിത്തിന്ന് ഭാരത് ബെൻസിന്റെ കോരവാൻ ഓടുന്ന ഗ്യാസ് കുറ്റിയാക്കി മാറ്റി. വണ്ടിയിൽ ജ്വലനമുണ്ടാകുമെന്ന അവസ്ഥ വന്നപ്പോൾ ഗ്ലാസ് തുറന്നാൽ ചെരുപ്പിനേറ് പേടിച്ച് അശുദ്ധവായു പുറത്തേക്ക് പോകുവാനുള്ള പ്രത്യേക ബഹിർഗമന കുഴൽ പിടിപ്പിച്ചു എന്നൊരു കരക്കമ്പയും കിടന്ന് കറങ്ങുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. ഉല്ലാസയാത്രക്കിറങ്ങിയ തീവട്ടികൾക്ക് ഒരൊറ്റ ദിവസം പോലും മനസ്സമാധാനത്തോടെ റോഡിലൂടെ യാത്ര നടത്തുവാൻ ജനങ്ങൾ അനുവദിച്ചില്ല. എന്നാൽ ഉഡായിപ്പ് സദസ്സ് നടന്ന സ്ഥലങ്ങളിലെല്ലാം പാർട്ടി പ്രവർത്തകരായ അടിമ അന്തംഗമികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കുടുംബശ്രീ പെണ്ണുങ്ങളെയും തൊഴിലുറപ്പുകാരെയും സംഘടനാ പ്രവർത്തകരെയും ഇറക്കി ഓഡിറ്റോറിയം നിറച്ചു. അത് മാധ്യമങ്ങളിൽ കൊടുത്ത് മുഖം രക്ഷിച്ചു. മാധ്യമങ്ങൾക്ക് കോടികളുടെ പരസ്യം ലഭിച്ചിരുന്നതിനാൽ തീവട്ടികളോടൊപ്പം സഞ്ചരിച്ചും അവർ നടക്കാൻ പോകുമ്പോഴും അവർ പെടുക്കാൻ പോകുമ്പോഴും അവരുടെ ബൈറ്റ് എടുത്ത് ആ ഛർദിൽ അതേപടി ജനങ്ങൾക്ക് വിളമ്പി മാധ്യമവേശികൾ എന്ന പേര് അനർത്ഥമാക്കി. ഈ മാസം കൃത്യമായി എല്ലാവർക്കും ശമ്പളവും ഇൻസെന്റീവും കിട്ടുമെന്നാണ് അറിവ്. നാറികളുടെ നാറിയ യാത്രയുടെ ഒടുക്കത്തെ ദിനമായി ഇന്ന് തിരുവനന്തപുരത്ത് 5 മണ്ഡലങ്ങളിൽ കൊട്ടിക്കലാശം നടക്കും. കോവളം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലാണ് ഈ ഒടുക്കത്തെ സദസ്സ് നടക്കുക. വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഗ്രൗണ്ടിലാണ് ഒടുക്കത്തെ സമ്മേളനം. കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ ഉഡായിപ്പ് സദസ്സ് മാറ്റിവെച്ചിരുന്നു. ജനുവരി 1-2 തീയതികളിൽ മാറ്റിവെച്ച പരിപാടി പൂർത്തിയാക്കും. തിരുവനന്തപുരത്ത് കൊട്ടിക്കലാശം കളർഫുൾ ആക്കുവാൻ തീവട്ടികൾ പറ്റാവുന്ന എല്ലാ
പരിപാടികളും ഒപ്പിച്ചിട്ടുണ്ട്. എന്തോ വലിയ ആഘോഷം നടക്കുന്ന രീതിയിലാണ് ലൈറ്റുമൊക്കെ വാരിയിട്ടിരിക്കുന്നത്. മിണ്ടാതിരുന്നാൽ നാണക്കേടാകും, പങ്കുകച്ചവടം നാട്ടുകാരറിയും എന്നതുകൊണ്ട് അവസാന ദിവസം പേരിന് പ്രതിഷേധം നടത്തുവാൻ സതീശനും പാർട്ടിയും ഇന്ന് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. പത്രക്കാരെത്തിയ ശേഷം 11 മണിക്ക് നാടകം ആരംഭിക്കും. തത്സമയവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയ്ക്ക് ചെടിച്ചട്ടി വെച്ചടിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനത്തെ അനുകൂലിച്ച സതീശനാണ്, കോരവാനെതിരെ ഷൂവേർ നടത്തുന്നതിനെ വിമർശിച്ച സതീശനാണ് എന്തോ കഴിഞ്ഞ 2 ദിവസമായി മുടിഞ്ഞ ഉഷാറിലാണ്. എന്തോ ഉറങ്ങിക്കിടന്ന സുരേന്ദ്രനും ഇന്ന് ചാടി വരുമത്രേ. 4 കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിന്റെ ക്ഷീണം കൊണ്ടാണത്രേ സുരേന്ദ്രന് ഇത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ അത്ര താല്പര്യമില്ലാത്തത്. 1 കേന്ദ്ര ഫണ്ട്, കുത്തിയിളക്കാതിരിക്കുവാനുള്ള പിണറായിയുടെ ഫണ്ട്, കണ്ണടയ്ക്കാനുള്ള ജിഹാദി വ്യവസായികളുടെ ഫണ്ട്, പിന്നെ സ്വന്തം ഫിലിമും. ഇത്രയും ഫണ്ട് വരുന്ന ഒരാൾ എങ്ങനെ ഫീൽഡിൽ ഇറങ്ങി അടികൊള്ളും? അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു? അടികൊണ്ട് ഫ്യൂസ് അടിച്ചു പോയാൽ ഇതൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് എന്താണ് കാര്യം? ഏതായാലും ഇവർ എന്ത് ലക്ഷ്യം വെച്ചാണോ 35 ദിവസം നീണ്ടു നിന്ന കേരള ജനതയുടെ ശ്രദ്ധ മാറ്റാനായി ഈ പറാട്ട് നാടകം നടത്തിയത്, അതിലവർ തൽക്കാലം വിജയിച്ചു എന്ന് വേണം കരുതുവാൻ. നവകേരള യാത്രയുടെ മറവിൽ നടന്ന ആ തീവട്ടിക്കൊള്ളയുടെ വിശദാംശങ്ങൾ ITV ന്യൂസ് ഉടൻ പുറത്തുവിടുന്നതായിരിക്കും. അതല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം, ആരും അന്വേഷിക്കാത്തൊരു കാര്യം, ഈ തീവട്ടികളുടെ സർക്കിട്ടിന് നവകേരള സദസ്സ് എന്ന് പേരിട്ടത് ഏത് തന്തയ്ക്ക് പറക്കാത്തവൻ ആണെന്നാണ്. ഓർത്തു നോക്കിക്കേ. ഭരണപരാജയം മറയ്ക്കുവാൻ അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരു സർക്കാർ, ഏത് നിമിഷവും കേന്ദ്രം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനിരിക്കുന്ന ഒരു സംസ്ഥാനം, ക്ഷേമ പെൻഷനുകൾ പോലും മുടങ്ങി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ പോലും ലോണിനായി കുനിഞ്ഞു നിൽക്കുന്ന മോന്മാരുടെ യാത്രക്കിട്ട പേര് നവകേരള സദസ്സ്. ആ പേരിട്ടവനെ കണ്ടിരുന്നെങ്കിൽ അല്ലയോ നാറി, നിന്റെ സൃഷ്ടാവ് ആരാണ് എന്ന് ചോദിക്കാമായിരുന്നു. ആ പേരുണ്ടാക്കിയ ഡാമേജ് എന്തുമാത്രം വലുതാണ് എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നവകേരള സദസ്സ് എന്തുമാത്രം അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്കാണിത്. അതിനെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാമോ? ഉദാഹരണത്തിന്, നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വേശ്യ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, മാരക വേശ്യ. അവൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു തീവട്ടി പതിവ്രത എന്ന പേര് ചാർത്തി കൊടുത്തു. ഇത് കേട്ടവർ അത് ഏറ്റുപറഞ്ഞു. പതിവ്രത. കവർ കിട്ടിയ മാധ്യമങ്ങളും അങ്ങനെ എഴുതിപ്പിടിപ്പിച്ചു, പതിവ്രത. ഇടപാടുകാരെ തേടി അവൾ നാർന്ന ലോഡ്ജുകളിലേക്കും പാലത്തിനടിയിലേക്കും ഒക്കെ പോകുമ്പോഴും അവർ എഴുതി പതിവ്രത സദസ്സിനായി നീങ്ങുന്നു എന്ന്. ഇത് കണ്ട കഴുതകൾ ഏറ്റു പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ അടുത്തേക്കാണ് പതിവ്രതയുടെ വരവ് എന്ന്. ഏതാണ്ട് ഇതുപോലത്തെ പ്രയോഗമല്ലേ ഈ തീവട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേശ്യ പണിക്ക് ചന്ദ്രന്റെ ഓട്ടോയുടെ പുറകിൽ മണിപ്പേഴ്സും പിടിച്ചു പോകുന്നത് കണ്ടപ്പോൾ കഴുതകൾ വിളിച്ചു പറഞ്ഞു, ഇത് പതിവ്രതയുടെ യാത്ര, കുട്ടപ്പനെ സുഖം എന്തെന്ന് അറിയിപ്പിക്കാനുള്ള പതിവ്രതയുടെ യാത്ര. അവൾ സഞ്ചരിക്കുന്ന വാഹനം വെറും ഓട്ടോ അല്ല, പതിവ്രത വാഹനം. പതിവ്രതയുടെ യാത്ര തടസ്സപ്പെടുത്താതിരിക്കുവാൻ പോലീസ് സംഘം, രക്ഷാപ്രവർത്തനം. യാത്ര മുടങ്ങിയാൽ പോയില്ലേ? കലിങ്കിനടിയിൽ കാത്തിരിക്കുന്ന ഇടപാടുകാർ നിരാശരാകില്ലേ? നവകേരളത്തിൽ ഇതൊക്കെ സംഭവിക്കാമോ? പാടില്ല, ഒരിക്കലും പാടില്ല. ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഞങ്ങൾ നടത്തുന്ന ഇരിക്കെ-16 പിണറായിസത്തിൻ്റെ ഇരിക്കെ-16. ഇത് പിണറായിയുടെ ഒടുക്കത്തെ യാത്രയായിരിക്കുമെന്ന്, അവസാനം പോലും ഇതുപോലൊരു യാത്ര കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നടത്തുന്ന, സ്വബോധമുള്ളപ്പോൾ ഒരു ഏകാധിപതി നടത്തുന്ന ഒടുക്കത്തെ യാത്ര എന്ന്. ഈ യാത്രയ്ക്ക് ശേഷം ഇതിൻ്റെ മറവിൽ നടന്ന ഡീൽ മാത്രമാണ് പിണറായിയുടെ മിച്ചം. ഇതോടെ പിണറായിസം ഒടുങ്ങുകയാണ്. ഇനി ഇദ്ദേഹത്തിന് ഒരിക്കലും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുവാൻ പറ്റില്ല. ഇനി ഒരിക്കലും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ പറ്റില്ല. ഇനി ഒരിക്കലും പോളിറ്റ് ബ്യൂറോ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ പറ്റില്ല. ശൈലജ ടീച്ചറെ എങ്ങനെയെങ്കിലും ലോക്സഭയിലേക്ക് പറഞ്ഞയച്ച് ശല്യം ഒഴിവാക്കി മറുമകനെ എങ്ങനെയെങ്കിലും ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് പിൻഗാമിയാക്കുവാനുള്ള ശ്രമമായിരിക്കും ഇനി നടക്കുന്നത്. ഏകാധിപതികൾക്ക് തോൽവി ഭയമാണ്, ജനങ്ങളെ ഭയമാണ്. അവർ ആത്മഹത്യ ചെയ്യുകയാണ് പതിവ്. അധികാരം പോയാൽ അന്നകത്താകുമെന്ന് പേടിയുള്ളതിനാൽ ആരോഗ്യനില വഷളായി എന്ന് നാടകം കളിച്ച് അമേരിക്കയിലേക്ക് കടക്കുവാനുള്ള പദ്ധതികൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
തൽക്കാലം നിർത്തുകയാണ്. ബാക്കി കാത്തിരുന്ന് കാണാം. എന്നാലും ഈ നവകേരള സദസ് എന്ന് പേരിട്ട മോനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.